ആ ബിരിയാണി ചെമ്പങ്ങോട്ട് തുറക്കുമ്പോഴുള്ളൊരു മണം ഉണ്ടല്ലോ, ഓ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇന്നത്തെ വ്ളോഗിൽ കുറച്ച് ബിരിയാണിയും കുറച്ച് ചിക്കൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം തന്നെ ഇവിടെ ചിക്കൻ കുറച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു 17 കിലോ ചിക്കൻ ഉണ്ടാവും. ഈ ചിക്കൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും പിന്നെ ചിക്കൻ മസാല എല്ലാം കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഈ ചിക്കനെ നമ്മൾ ചിക്കൻ മാത്രം എടുത്തിട്ട് വേറൊരു പാത്രത്തിലാക്കും. ആ ഗ്രേവി നമ്മൾ സെപ്പറേറ്റ് മാറ്റി വയ്ക്കും. അത് നമുക്ക് ബിരിയാണിയിലേക്കും ഈ പറഞ്ഞ ചിക്കൻ റോസ്റ്റിനും നമുക്ക് കുറച്ച് യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഗ്രേവി ഉണ്ടല്ലോ, ഈ ഗ്രേവി കുറച്ച് മാറ്റി വയ്ക്കും. ഓക്കെ, ആദ്യം തന്നെ ഈ ചിക്കനൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ജസ്റ്റ് ആ ചാറിൽ നിന്ന് ആ ചിക്കനൊക്കെ ജസ്റ്റ് എടുക്കുന്നുണ്ട്. ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളി നമ്മൾ അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ. ഇതിപ്പോൾ ഏകദേശം ഇപ്പോൾ എൻ്റെ നാട് പാലക്കാടാണ്. അപ്പോൾ പാലക്കാട് ആലത്തൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൽ ആ ഭാഗങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണി, എന്ന് വെച്ചാൽ ചിക്കൻ ബിരിയാണി അല്ല, ബിരിയാണി അതിൻ്റെ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടൈപ്പ് ബിരിയാണിയും ചിക്കൻ റോസ്റ്റും ആണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ ബിരിയാണിയിൽ ചിക്കൻ ഇട്ടാൽ ആ ചിക്കൻ ബിരിയാണിയായി. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഓക്കെ, ഓരോ സ്ഥലത്തും വേറെ വേറെ രീതിയായിരിക്കാം. ചിക്കൻ നമ്മൾ ആ ഗ്രേവിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ചിക്കൻ മാത്രമാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ നമ്മളതിന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഈ ഉരുളിയിൽ കൊച്ചിരി ഒന്ന് ഇത് ചേർത്തിട്ടുണ്ട്, ഫുഡ് കളറൊന്ന് ചേർത്തിട്ടുണ്ട്. കാരണം ആ ചിക്കൻ വേവിച്ച ആ കളർ കണ്ടപ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ കഴിക്കാൻ തോന്നില്ല. അപ്പോൾ അതിൻ്റെ ചിക്കൻ നമുക്ക് ആക്ച്വലി ചിക്കൻ 65 അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റിൽ ഒരു റെഡ് കളർ നമ്മളൊരു കോമ്പിനേഷൻ കണ്ടാലാണ് എല്ലാവർക്കും ചിക്കൻ അതൊന്ന് കഴിക്കാൻ തന്നെ തോന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു മുക്കാൽ വെന്ത ഒരു ചിക്കന് അത് കുറച്ച് ഫുഡ് കളറും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ചില ഷോപ്സിലും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ബിരിയാണിയുടെ ചിക്കനൊക്കെ ചില ഇവിടെ വറുത്തിട്ടായിരിക്കും ഇടുക അല്ലേ. അതേപോലെ ഇവിടെ ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പറഞ്ഞ ചിക്കൻ്റെ ഇപ്പോൾ കളർ ചേർക്കാതെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് കൊടുത്തു എന്ന് വെച്ചാൽ ചിലപ്പോൾ അത് കഴിക്കാൻ തന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഈ റെഡ് കളറൊക്കെ കാണുമ്പോഴാണ് ഒന്നുകൂടെ കഴിക്കാൻ തോന്നുള്ളൂ. പിന്നെ ഈ വറുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ കുറച്ച് നേരം അത് ഇരിക്കും, കേടുകൂടാതെ കുഴപ്പമില്ലാതെ ഇരിക്കും തോന്നണം. അപ്പോൾ വറുക്കുമ്പോൾ നമ്മളിപ്പോൾ ചിക്കൻ വേവിച്ചിട്ട് അതൊന്ന് വറുക്കുമ്പോൾ ജസ്റ്റ് ചിക്കൻ ചില പീസസൊക്കെ നല്ല ടൈറ്റ് ആവും. ഓക്കെ, അപ്പോൾ അത് കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ വൈകുന്നേരം ആയാലും വലിയ കുഴപ്പമുണ്ടാവില്ല, നമുക്ക് കേടുവരാതെ ഇരിക്കും. പിന്നെ അങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ ബാക്കിയെല്ലാ ചിക്കനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. എന്നിട്ട് ആവശ്യത്തിന് എണ്ണ ഒന്ന് അതൊന്ന് മാറ്റിയെടുക്കും. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഉള്ളിയൊക്കെ അങ്ങോട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഓക്കെ, അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഇതേ വെളിച്ചെണ്ണയാണ് പോയിരിക്കുന്നത്. പാരച്ചൂട്ടിന് അതേ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ആ എണ്ണയൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ആഡ് ചെയ്യുന്നുണ്ട്. പെരിഞ്ജീരകം അത് കഴിഞ്ഞ് ഒരു 4 പച്ചമുളക് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. 4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് പെരിഞ്ചീരകം ഇട്ടു. അത് കഴിഞ്ഞിട്ട് 4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി. ഇത് ആക്ച്വലി വീട്ടിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അനിയൻ്റെ കൊച്ചിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ കുറച്ച് ആൾക്കാരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ബിരിയാണി റൈസും ചിക്കൻ റോസ്റ്റുമാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, വേറെ 1-2 ഐറ്റംസ് കൂടെ ഉണ്ടായിരുന്നു. ചിക്കൻ 65 പായസമൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല, വീഡിയോൻ്റെ ലെങ്ത്ത് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം ഈ വീഡിയോയിൽ. ഓക്കെ, അങ്ങനെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമ്മുടെ പെരിഞ്ജീരകവും മറ്റേ മുളകൊക്കെ ഉള്ളതിലേക്ക് ഈ സവാള നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തു. ഇനി സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ചുകൂടെ സവാളയുണ്ട്, കുറച്ചുകൂടെ സവാള ഇതിലേക്ക് ഇടും. കസ്റ്റമറിന്
തൊട്ടടുത്ത അടുപ്പിൽ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെമ്പ് അങ്ങനെ അതിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന്. ചിക്കൻ വറുത്ത് കോരി വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ഈ വറുത്ത് കോരി വെച്ചിരിക്കുന്നതിൽ നമ്മൾ ഇച്ചിരി കുരുമുളക് പൊടി അതിൻ്റെ മേലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെതറി കൊടുക്കും. ആ ചൂടായ എണ്ണയിലേക്ക് ആവശ്യത്തിനുള്ള ആ പട്ട, കറാമ്പൂ എന്ന് പറഞ്ഞ ആ സാധനങ്ങളൊക്കെ, മസാല, ബിരിയാണി മസാലയൊക്കെ അതൊക്കെ ആവശ്യത്തിന് ആഡ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക്. കുരുമുളകാ അല്ല മറ്റേ പട്ട അല്ലേ, കറാമ്പൂ. കുറച്ച് ഏലക്കായ ഇട്ടിട്ടുണ്ട്. വീണ്ടും പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ റോസ്റ്റിനും ബിരിയാണിക്കും വേണ്ടിയിട്ട് ഇഞ്ചിയുടെ പേസ്റ്റും വെളുത്തുള്ളിയുടെ പേസ്റ്റും സെപ്പറേറ്റ് ആയിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ആവശ്യത്തിനുള്ള വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും അവർ ആഡ് ചെയ്യുന്നുണ്ട് അതിലേക്ക്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കും. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 130 പേരൊക്കെ കഴിക്കുന്നത് ഉണ്ടാക്കുന്നത്. 130 to 150 പേര് കഴിക്കാനുള്ള ബിരിയാണിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഓക്കെ, അത് സവാള അരച്ചതാണെന്ന് തോന്നുന്നത്, ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. ഓക്കെ, പിന്നെ ഇത് ആവശ്യത്തിനുള്ള സവാളയും ആഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് തക്കാളി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്തത് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ റോസ്റ്റിലേക്കും ബിരിയാണിയിലേക്കും ആവശ്യത്തിനുള്ള ആ കറി ലീവ്സൊക്കെ ഇല്ലേ, പുതിനയും എന്താ പറയുക മല്ലിയിലയും അതെല്ലാം ജസ്റ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്.
ഇടയ്ക്ക് ഇച്ചിരി ഒന്ന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ഇടുന്നുണ്ട് അതിൽ. ബിരിയാണി ബിരിയാണി ചെമ്പിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ചില്ല, ആ വെള്ളം നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ആക്ച്വലി ആ ചിക്കൻ ബിരിയാണിയുടെ ആ ഒരു ഫ്ലേവറും എല്ലാം കൂടെ കിട്ടാൻ കൂടെ വേണ്ടിയിട്ടാണ് തോന്നുന്നു. ഒരു പാക്കറ്റ് തൈര് ഇതിൽ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്, 2 പാക്കറ്റ് തൈര് ഇവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ? ഒരു കുടവും വെള്ളത്തിൽ ഈ പാത്രത്തിൽ ഫുള്ളാക്കുന്നത്. ഇതിൽ ഫുള്ളാക്കി ആ ബിരിയാണി ചെമ്പിലോട്ട് കുറച്ചുകൂടെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഗ്രേവിയാണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ചിക്കൻ ബിരിയാണിയുടെ ഒരു ആ ടേസ്റ്റ്, ആ ഫ്ലേവർ എല്ലാം കൂടെ നമുക്കിതിൽ കിട്ടും. അപ്പോൾ ഇതിലേക്കും ഈ റോസ്റ്റിലേക്കും ഈ പറഞ്ഞ പോലെ ഇഞ്ചിയുടെ അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. കഴിച്ചോ? കുറച്ച് തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, വളരെ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. വീണ്ടും ബിരിയാണിയിലോട്ട് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള മസാലകൾ, മല്ലിപ്പൊടി വരണം, മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ചിക്കൻ മസാല ഇപ്പോൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കൻ മസാല
അങ്ങനെ ബിരിയാണിയിൽ ആവശ്യമുള്ളത് ഈ ഉപ്പ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കൻ മസാല കുറച്ചുകൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഒരു പാക്കറ്റ് തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. ചുറ്റും 2 വറകടി. അങ്ങനെ ആവശ്യത്തിന് വെള്ളവും മസാലകളൊക്കെ ആഡ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം അവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് തിളയ്ക്കുമ്പോൾ ചിലപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ ചിക്കൻ എടുത്ത് അതിലേക്ക് ഇടും. ആ റോസ്റ്റിലേക്ക് ടൊമാറ്റോ സോസും പിന്നെ ചില്ലി സോസും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. വേണ്ട അങ്ങോട്ട് എടുത്ത് വെച്ചാൽ ഇനി അത് ചില്ലിക്കെട്ട് വരണം. കോഴി ചില്ലി ഇനി ഈ തിളയ്ക്കുന്ന ചിക്കൻ റോസ്റ്റിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ, അപ്പോൾ അതിവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ആ വറുത്ത് കോരിയുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ടു. ഓക്കെ, ആ ചിക്കനിൽ കുറച്ച് കുരുമുളക് പെപ്പർ പൊടിയാണ് ഇട്ടത് കേട്ടോ. പെപ്പർ പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് വെതറി എന്നിട്ട് അതിപ്പോൾ മൊത്തമായിട്ട് ഇതിലേക്ക് നമ്മുടെ ആ ഗ്രേവിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇത്തിരി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി വയ്ക്കാം. ചെറിയിക്കോളി അരക്കോളി ആ അരി ഒന്ന് വാരി വെക്കണം കേട്ടോ. നോക്കട്ടെ, നോക്കിയിട്ട് മതി. സംഭവം ചിക്കൻ റോസ്റ്റ് ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ബിരിയാണി ഏകദേശം വെള്ളമൊക്കെ ഇങ്ങനെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് അരി കഴുകിയിട്ട് നമ്മൾ നേരെ ഇതിലേക്ക് ഇടും. എന്നിട്ട് വെള്ളം മൂപ്പര് ജസ്റ്റ് നോക്കിയിട്ട് മൂപ്പർക്ക് ഒരു കണക്കുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം കൂടുതലാണെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം മാറ്റും, അതിന് കുറവാണെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യും. അങ്ങനെ ഇത് കഴുകി വെച്ച അരി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്.
ഇതിൻ്റെ മൂടൊന്ന് കഴുകിയിട്ട് ഇങ്ങോട്ട് കൊണ്ട് അതെന്തിനാണ് ഇതിപ്പോൾ? ഇത് നമുക്ക് വെള്ളം കൂടാൻ പറ്റില്ല. ആവശ്യത്തിന് വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഒഴിക്കാം അല്ലേ? വെള്ളം കൂടിക്കഴിഞ്ഞ് പറഞ്ഞാൽ അത് ഉപ്മാവ് പോലെ ആയിട്ട് കാര്യമില്ല. അതിനുള്ള ഒരു സേഫ്റ്റി. ശരി. ഇനി പോരാന്ന് തോന്നി നമുക്ക് ഒഴിക്കാം, വേണമെങ്കിൽ ഒഴിക്കാമല്ലോ. പക്ഷെ അതിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റാണ്ടാവുന്ന സമയത്ത് ആ ഒരു ഇത് അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് വേവും അതിന് കൊണ്ടുവരാൻ കഴിയും. തേങ്ങ അതെടുത്തത് ഇവിടെ ഉണ്ടായിരുന്നു. 5 എത്രണ്ണം ഉണ്ട്? 5 6 5 എടുത്തത് നോക്കി ഇങ്ങോട്ട് അപ്പം ഒഴിക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. കുറച്ച് ഒഴിക്കും, ബാക്കി നമ്മൾ ചോറ് നന്നായിട്ട് വെന്ത ശേഷം നമ്മൾ ബാക്കിയുള്ള നെയ്യ് കൂടെ അതിൻ്റെ മേലെ ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കും. ഒരു വാഴയിൽ വെല്ലം വെട്ടിയിട്ട് ഒന്നും ആയിട്ട് നിൽക്കും. അത് നിൽക്കും. ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഉപ്പോ മുളകോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിൽ ഉപ്പ് കുറവാണെങ്കിൽ ജസ്റ്റ് ഉപ്പൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കുറവാണെന്ന് തോന്നി. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്യും. ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളമൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് അടച്ചു വെക്കും. ഓക്കെ, എന്നിട്ട് മേലെ നമ്മൾ ആ കനലൊക്കെ ഇട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്ത് ദമ്മാക്കും അങ്ങോട്ട്. ഇറങ്ങിയിട്ടില്ലേ? മൂടിയോ മൂടി എടുത്താൽ ഇത് വയ്ക്കും. എന്താ പറയണ? വേറെ
സംഭവം കണ്ടില്ലേ, മേലെ ആ കനലൊക്കെ നമ്മൾ വെച്ച് നമ്മൾ കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് ദം ചെയ്ത് അവിടെ വെക്കുന്നുണ്ട്. കുറച്ച് നേരം അതൊന്ന് അങ്ങനെ ദം ചെയ്തിരിക്കട്ടെ. അപ്പോഴേക്കും അരിയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് വെന്ത് വരും. ഓക്കെ, ഇപ്പം ഞാനിത് തുറക്കുന്ന സീനൊന്ന് കാണിച്ചു തരാം. ഇത് തുറന്നു, സംഭവം തേക്കുന്നുണ്ട് അടിപൊളിയായിട്ട് ബിരിയാണിയൊക്കെ കണ്ട റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിന് മേലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യും. ബിരിയാണി ചെമ്പ് തുറക്കുമ്പോൾ ഉള്ള ആ ഒരു വിഷ്വൽ എടുക്കാൻ പറ്റിയില്ല. കാരണം അപ്പോഴേക്ക് ഞാൻ എത്തുമ്പോഴേക്കും ആശാൻ തുറന്നു. അത് കറക്റ്റ് ടൈമിന് എന്താ പറയുക, തുറന്ന് മിക്സ് ചെയ്ത് വെക്കണമല്ലോ നെയ്യൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, തുറന്ന് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കുറച്ച് നെയ്യൊക്കെ ആഡ് ചെയ്ത് എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, നല്ല മണം പറഞ്ഞാൽ നല്ല മണം, നല്ല ബിരിയാണിയുടെ മണം ഉണ്ടല്ലോ. ഓ അടിപൊളിയായിരുന്നു സംഭവം. മണം മാത്രമല്ല, ടേസ്റ്റും ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു ബിരിയാണി. നല്ലൊരു 180 പേരൊക്കെ ഉണ്ടായിരുന്നു കഴിച്ചത്. നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സംഭവം കൊള്ളാം. അപ്പോൾ ഏകദേശം ഞങ്ങളുടെ ഈ ഭാഗത്ത് ഉള്ള എന്തെങ്കിലും കല്യാണമോ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ബിരിയാണി വെക്കുന്നുണ്ടെങ്കിൽ ഇവരൊക്കെയാണ് വെക്കാറ്. ഇപ്പോൾ ഈ സ്റ്റൈലൊക്കെയാണ് ഉണ്ടാവാറ് ബിരിയാണി. ഇപ്പോൾ തന്നെ സമയം കുറച്ചായി, കുറച്ച് ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് പോട്ടെ. ഓക്കെ, ഇപ്പോൾ ബിരിയാണിയും ചിക്കൻ റോസ്റ്റും കൂടാതെ ഈ ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കാച്ചാറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സൈഡിൽ അതാണ് പറയുക, കാച്ചാർ എന്നാണ് പറയുക. ബിരിയാണിയുടെ കൂടെ ഒരു ഗ്രേവി, അതൊരു എന്താ പറയുക, വെജിറ്റബിളാണ് മൊത്തം. പക്ഷേ നമ്മൾ ഈ ചിക്കൻ നേരത്തെ വേവിച്ചത്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ചിക്കൻ ബിരിയാണിക്ക് ഉണ്ടാക്കാനുള്ള ഒരു ഗ്രേവി ഉണ്ടല്ലോ, ആ വെള്ളമൊക്കെ അതിലേക്ക് ഒഴിച്ചിട്ട് നല്ല കിടിലൻ സാധനമാണ്. ഓക്കെ, അത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇനി ചിക്കൻ 65 ഉണ്ടാക്കാൻ പോകണം. പിന്നെ ഗോബി ഉണ്ട് 65, അതായത് ഗോബി, ചില്ലി ഗോബി, അതുമുണ്ട്. പിന്നെ പായസം ഓൾറെഡി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊന്നും കാണിക്കുന്നില്ല. ഇപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ബിരിയാണിയും ചിക്കൻ റോസ്റ്റുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും നമസ്കാരമുണ്ട്. ബൈ.